ഈ ബീഫ് ഫ്രൈ മാത്രം ഞാൻ തിന്നില്ല. അതെന്താടി നിനക്ക് ബീഫ് ഫ്രൈ തിന്നാൽ ഇത് മാത്രം എങ്ങനെ തിന്നാ? പോയി 2 പൊറോട്ടയും കുറച്ച് ഗ്രേവിയും കൊണ്ടുവാ. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പെൺകൊച്ചിനെ ഫോഴ്സ് ചെയ്ത് ബീഫ് കഴിപ്പിക്കുന്നതിൻ്റെ ഒരു സീനുണ്ട്. അതിനെ എടുത്ത് ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളം മുഴുവൻ. നോർത്ത് ഇന്ത്യൻ ഡയറക്ടറായ കമക്യ നാരായണനും ടീമും ഇപ്പോൾ എയറിലാണ്. അവരിനി എപ്പം താഴെ ഇറക്കുന്നു. ഇവിടെ കേരളത്തിൽ നമ്മൾ എല്ലാ മതങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും റെസ്പെക്ട് ചെയ്യും. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യത്തില്ല, പ്രത്യേകിച്ച് ബീഫിന്റെ കാര്യത്തിൽ. കാരണം ബീഫും പൊറോട്ടയെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താണ്. ബീഫ് വിത്തൗട്ട് പൊറോട്ട ഈസ് സിനിമ വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നല്ല ചൂട് പൊറോട്ടയും കുറച്ച് സവാളയും അതിനൊരു തമ്മുണ്ട്, കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിന്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് നിങ്ങൾ കഴിച്ചാൽ. പൊറോട്ടയെ പറ്റി പറഞ്ഞപ്പോൾ കഴിക്കാൻ തോന്നി. இப்பதான் உன்னை சரியா புரிஞ்சுக்கிட்டேன். நீ தப்பானவன் இல்ல, நீ தப்பானவன் தான். ഓക്കെ ഗൈസ്, നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ബീഫ് ഓർഡർ ചെയ്തിട്ട് ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക പേരും ക്യാൻസൽ ചെയ്തില്ല. നമ്മൾ കഴിക്കുന്നത് അതിനു വേണ്ടി കിടന്ന് അടി കൂടും. പക്ഷെ മതത്തിന്റെ പേരും പറഞ്ഞ് നമ്മൾ അടി കൊടുത്തില്ല. ജാതിയും മതവും കളറും കാര്യങ്ങളും നോക്കിയൊന്നും അല്ല നമ്മൾ സഹകരിക്കുന്നത് ആൾക്കാരുമായിട്ട്. അത് ഈ ഇന്ത്യയിലെ യാത്രയ്ക്ക് വരുന്ന ഫോറിനേഴ്സിനൊക്കെ നല്ലപോലെ അറിയാം നമ്മുടെ കൾച്ചർ എന്തിനാണെന്നുള്ളത്. അതുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നേരം നമ്മളെ പറ്റി പറയാൻ 100 നാക്കവർക്ക്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഉപകാരപ്പെട്ടത് ബീഫ് കച്ചവടക്കാർക്കാണ്. അവരിനി കൊയ്യും. കാരണം ഇനി കുറച്ച് നാളത്തേക്ക് ബീഫ് ആയിരിക്കും ഇവിടെ. നമ്മൾ പ്രതിഷേധം അറിയിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. ഈ പടം ഇറങ്ങാൻ നേരത്ത് സിനിമ കാണില്ല ആരും പോയി. ആ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ എന്നിട്ട് ബീഫ് ബിരിയാണി ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തോളാം. നമ്മൾ അങ്ങനെയാണ്.